പിന്നെ വാർത്തയിലേക്ക്. തൃശൂർ ജില്ലയിലെ നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്കുകൾ പുറത്ത്. സഹകരണ സംഘങ്ങളും വ്യക്തികളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വഴി 1,59,00,000 രൂപ ലഭിച്ചതായും അത്രയും തുക ചിലവായതുമായാണ് കണക്കുകൾ. കേരളീയം പരിപാടിക്ക് 37.78 കോടി ചിലവായതായും രേഖകൾ പറയും. നവകേരള സദസ്സ് നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ജില്ലകളിലെ വരവ് ചെലവ് സ്പോൺസർഷിപ്പ് വിവരങ്ങൾ നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിരുന്നില്ല. വിവരങ്ങൾ ലഭ്യമല്ലെന്ന് തിരുവനന്തപുരം, എറണാകുളം ഉൾപ്പെടെയുള്ള കളക്ടറേറ്റുകളിൽ നിന്നും മറുപടി. അതോടെയാണ് വിവരങ്ങൾ അറിയാൻ ആർക്ക് വിവരാവകാശ അപേക്ഷ സമർപ്പിക്കണമെന്ന് ചോദിച്ച് പ്രോപ്പർ ചാനൽ പ്രസിഡന്റ് MK ഹരിദാസ് ചീഫ് സെക്രട്ടറിക്ക് വിവരാവകാശം സമർപ്പിച്ചത്. ഒടുവിൽ തൃശൂർ കളക്ടറേറ്റിൽ നിന്ന് മറുപടി. ജില്ലയിൽ സഹകരണ സംഘങ്ങൾ വഴിയും സ്വകാര്യ വ്യക്തികൾ വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും ലഭിച്ചത് 1.59 കോടി രൂപ. അത്രയും തന്നെ ചെലവായെന്നും മറുപടിയിൽ. അതോടെ ജില്ലാ കളക്ടറേറ്റുകളിൽ നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്കുകൾ ലഭ്യമല്ലെന്ന വാദം പൊളിഞ്ഞു. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റ് തന്ന വിവരത്തിൽ ഏകദേശം 1,60,00,000 രൂപ ഇതിനായിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നും ഈ 1,60,00,000 രൂപയും സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യവും പുറത്തു വന്നിരിക്കുന്നത്. സ്പോൺസറിങ് നടത്തുക എന്ന് പറയുമ്പോൾ അതിനെ ആ ചെയ്യുന്ന വ്യക്തിക്കായാലും ചെയ്യുന്ന സ്ഥാപനത്തിനായാലും എന്തെങ്കിലും കാര്യസാധ്യത സർക്കാരിൽ നിന്നും നേടാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സ്പോൺസർഷിപ്പ് നടത്തിയിരിക്കുന്നത്. നവകേരള സദസ്സ് നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും വരവ് ചെലവ് സ്പോൺസർഷിപ്പ് വിവരങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നത് എന്തിനെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.